வாங்க சார் வாங்க. நல்ல சூப்பர் ரூம் இருக்கு. ஏசி ரூம் இருக்கு, நான் ஏசி ரூம் இருக்கு. എടേ അനി എന്തോ എസി റൂം ഇരിക്കോ? ഓടാ ഏസി റൂം ഇരിക്കുകയും ചെയ്യും, നോൺ ഏസി റൂം കടിക്കുകയും ചെയ്യും. ഓടാ അവിടെ നിന്ന്. ഓരോരോ മലയാളികൾ ഒന്നുള്ള മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിട്ട്. ഹലോ അളിയാ, കല്യാണം കഴിഞ്ഞടാ. ഞാനും പെണ്ണും കൂടി തന്നെ തമിഴ്നാട്ടിൽ ഹണിമൂണിന് വന്നേക്കുന്നു. റൂം തപ്പി. ഇവ ഇവിടെ എത്തിയാ? എടാ നിനക്ക് എന്റെ പെണ്ണുമ്പുള്ളയുടെ സ്വഭാവം അറിഞ്ഞൂടാ. നമ്മുടെ വീട്ടിലെ കോഴി അബദ്ധവശാ അപ്പുറത്ത് പോയി മുട്ടയിട്ടെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ആ കോഴിക്ക് സ്നഗ്ഗി വെച്ച് കൊടുത്തതാണ് അവള്. അവക്ക് ഈ മാട്ട ലോഡ്ജൊക്കെ മതി. നീ ഫോൺ ഞാൻ റൂം വെപ്പട്ടെ. മുറികൾ വടക്കേ. അപ്പൊ മനുഷ്യന്മാർക്കൊന്നുമില്ലേ? ഇത് എഴുതിയ എഴുത്തച്ഛനൊന്ന് കിട്ടുന്നേ. അണ്ണാച്ചി എന്നാ സാർ? മുഖം അങ്ങനെ വെച്ചാലൊന്നും ചിരിക്കൂല. വാ തുറന്ന് വല്ല കോമഡിയും പറയണം. ഈ മുഖം ഞാൻ എവിടെയോ കണ്ട നല്ല പരിചയമുണ്ട് സാർ. ഞാൻ അങ്ങ് മധുരയിലെ ചൊക്കലിംഗത്തോടെ അഴകസാമി. ചൊക്കന്റെ മകൻ അഴകനോ? നീ ഊളം മണിയന്റെ മോനല്ലേ? എന്റെ ദൈവമേ, എന്നെ ഈ തമിഴ്നാടും ജീവിക്കാൻ സുഖം തന്നെ. ഇല്ലടാ, എനിക്ക് അല്പം സുഖം കുറവ്. ഇറങ്ങണം അവിടെ നിന്ന്. എടാ നീ ഷാജിയെ ഫോൺ വിളിച്ചോ പറഞ്ഞല്ലേ നീ ദുബായിലാണെന്ന്? എടാ അവന് തലയ്ക്ക് സുഖമില്ല. ഞാൻ റൂം ബോയ് ആണെന്ന് പറഞ്ഞ അവൻ ദുബായ് എന്ന് കേട്ടത്. അവന് ചെവിയിൽ കുരുവളിയാ. എടാ കള്ളാ. നീ എടാ കള്ളൻ? ഞാനാ? ഓ എടാ, കഴിഞ്ഞ കൊറോണ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ ചുവന്ന പെയിന്റ് അടിച്ചിട്ട് ചുവന്ന ചീര വേണമെന്ന് പറഞ്ഞ് വിറ്റവനെഴുതി. നാട്ടുകാർ മൊത്തം അത് വാങ്ങി കഴിച്ച് വയറിളക്കി നിന്നെ അടിക്കാമെന്ന് പറഞ്ഞ് എന്റെ തലയെ കെട്ടി വെച്ച് അങ്ങനെയല്ലടാ ഞാൻ നാട് വിട്ടത്. പക്ഷെ നീ നാട് വിട്ട് പോയെങ്കിലും ഫ്രീക്കായല്ലോ. ഫ്രീക്കാ? ടാറ്റു ഒക്കെ അടിച്ചേക്കുന്ന നിന്റെ അകത്ത്. ഓടെ ടാറ്റു ഒന്നുമില്ല. ഈ ചീരയുടെ കേസ് എന്റെ ലളിത കുഞ്ഞമ്മടുത്ത് പറഞ്ഞപ്പോ അവള് പറങ്ങേണ്ടി തോർത്തി കെട്ടി എന്നെ അടിച്ച പാടാണ്, അറിയാവോ? അതുകൊള്ള ഞാനൊരു കാര്യം ചെയ്യാം. നിന്റെ വിഷമം മാറ്റാൻ വേണ്ടി ഞാനൊരു ഫുൾ എടുക്കുന്നു. നമ്മൾ രണ്ടുപേരും അടിക്കുന്നു. കമ്പനിക്ക് മുതലാളിയും കൂടി വിളി. അയ്യോ, മുതലാളിയെ വിളിക്കണ്ട. ഡീസന്റ് ആണ്, അടിക്കൂലേ? അതല്ലളിയാ, അവന് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാ ഞാൻ അവന്റെ വീട്ടിൽ വളർത്തുന്ന ഡോബർമാൻ പട്ടിയെ പോലെയാണ്. വൈകുന്നേരം എന്റെ കഴുത്തിൽ ഒരു ചങ്ങല ഇട്ടിട്ട് പറയും, ബ്രിട്ടോ അങ്ങോട്ട് പോ, ബ്രിട്ടോ കൈപൊക്ക്, ബ്രിട്ടോ വാലാട്ട്. നീ ആട്ടുവോ? എനിക്ക് ആട്ടാ എന്തോന്നിരിക്കണളിയാ. ഇന്നലെ വൈകുന്നേരം മതിലിന്റെ മണ്ടയിൽ കാലുപൊക്കി പെടുത്തില്ല എന്നും പറയും ചങ്ങലക്കടിച്ച പാടാണളിയാ ഇത്. ആ പാടാണോ? ഞാൻ വെച്ച് നിനക്ക് വെരിക്കോസ് വെയിൻ എന്ന്. കരയല്ലേ? എന്റെ അച്ഛൻ മരിച്ച്. അവൻ ചത്ത? ഇല്ലെങ്കിൽ ഞാൻ വണ്ടിക്കൂലി എടുത്ത് അവിടെ വന്ന് കൊണ്ടുവരുന്നത്. അമ്മാതിരി ദ്രോഹമാണ് എന്നെ ദ്രോഹിച്ചത്. പാവാട എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ പാവാടേ? അപ്പൊ കൊച്ചിച്ച നിക്കറിയാ പാവം മനുഷ്യനാണെന്ന്. അതൊക്കെ പെട്ട പാവാട എങ്ങനെ മരിച്ചത്? നിനക്കറിയാലോ അച്ഛന് വലിവിന്റെ അസുഖമുണ്ട്. അപ്പൊ ഇൻഹേലർ ഇല്ലാത്തോണ്ട് മറ്റേ പശുവിന് പാല് കറക്കണ മിഷൻ ഇല്ലേ, അത് അകിടീന്ന് നേരെ കൊണ്ടുവന്ന് അച്ഛന്റെ മൂക്കിൽ വെച്ചിട്ട് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വന്നപ്പോ 60 കിലോ ഉള്ള അച്ഛൻ 600 ഗ്രാമുള്ള കാടക്കോഴി കണക്ക് ഈ മിഷന്റെ തുമ്പത്ത് ഇങ്ങനെ ഇരിക്കും. കുഴപ്പമില്ലേ? കാടക്കോഴിയായിട്ടെങ്ങനെ കിട്ടിയല്ല? എങ്ങനെ കിട്ടും? കാടക്കോഴി എന്ന് പറഞ്ഞപ്പോ തന്നെ അച്ഛനെ കീരി കൊണ്ടുപോയില്ലേ. ഇപ്പൊ നാട്ടുകാരെ വിളിക്കണ എന്താന്നറിയാമോ? എടാ കാടക്കോഴിക്കൊണ്ടാവനെ നിന്റെ അച്ഛനെ കീരി കൊണ്ടുപോയില്ലേടാ. കുഴപ്പമില്ലടാ, നിനക്കറിയാവോ എനിക്ക് കൊണ്ടടാ ജമ്മം തന്നൊരു തന്ത. അങ്ങേർക്ക് കല്ലിന്റെ അസുഖമായിട്ട് ഓപ്പറേഷൻ ചെയ്തു. ഈ നീളത്തിനുള്ള ഒരു കൊക്കോപ്പുഴ കിട്ടി. അപ്പോഴാണ് എന്റെ തന്ത പറയുന്നത്, ഇത് എനിക്ക് ജനിച്ച കൊച്ചാണ്, എന്റെ സ്വത്തിന്റെ പകുതി ഷെയർ ആ കൊക്കോപ്പുഴുവിനും കൊടുക്കണമെന്ന്. നിന്റെ അനിയൻ ഇതിനൊന്നും പറയൂലേ? അവ ഒരു റെയിൽ മുറിച്ച് പാളം മുറിച്ച് കടന്നതിന് ജയിലല്ലേ? നിസ്സാരം ട്രെയിൻ പാളം ഇങ്ങനെ മുറിച്ച് കടന്നതിനാ? മുറിച്ച് കടന്നതിനല്ല, അത് മുറിച്ച് കടത്തിയതിനാണ് അവൻ ജയിലിലായത്. തീർത്തളിയാ. അതും പോരാഞ്ഞിട്ട് ഈ പാളം മുറിച്ച സ്ഥാനത്ത് അവൻ 2 കവളി മടൽ വെച്ചേക്കുന്നു. ചുമ്മാതല്ല, വർക്കല സൈഡ് എത്തുമ്പോ ട്രെയിൻ ഇങ്ങനെ പോയിട്ട് കുതിച്ചു പൊങ്ങണെന്ന് മടല് വെച്ചേക്കല്ലേ. നാണവും മാനവും ഇല്ലാത്ത കുടുംബം. നിന്റെ കുടുംബത്തില് ആരടാ നാണവും അമ്മാവും ഉള്ളത്? നാണവും മാനവും ഇല്ലാത്തന്ന്. അതല്ലെന്ന്, മറ്റേ വെള്ളോടിക്കാരൻ നാണവും അമ്മാവും ഇപ്പോഴും ഉണ്ടാ? ഭയങ്കര മോഷണവും കാര്യമാണ് അങ്ങോട്ട്. അന്നെ പോലീസ് ഇടി കൊടുത്തിട്ട് ഇപ്പോഴും മോഷണം. അങ്ങേർക്ക് മോട്ടിക്കാലോ. അതറിയാലോ, എന്റെ മാമന്റെ ഒരു ഒറ്റമൂലി ഉണ്ട്. നീ കണ്ടിട്ടുണ്ടോ മാമന്റെ ഒറ്റമൂലി? ഓ പിന്നെ നിന്റെ മാമന്റെ ഒറ്റമൂലം കാണാൻ തന്നെ ഞാൻ നടക്കണത്. ഇവിടെ ഒറ്റമൂലിയെന്ന് എനിക്കറിയാം. നീ അന്ന് വീട്ടിൽ വന്നപ്പോ കണ്ടായിരുന്ന മറ്റേ തൊപ്പി വെച്ച നിക്കറിട്ടെ? തൊപ്പി വെച്ച നിക്കറ? എന്തോന്ന് മാമന്റെ? ഒരു മാമന് ഒറ്റമൂലം, ഒരു മാമന് തൊപ്പി വെച്ച നിക്കർ. എന്തോന്ന് മാമന്മാരുടെ? ആ മാമൻ ഭയങ്കര വെള്ളോടിയാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഒരു പുതിയ ബൈക്ക് മേടിച്ചു. 100 കിലോമീറ്റർ ഓടിച്ചിട്ട് ചെന്ന് മാമന്റെ അടുത്ത് പറഞ്ഞ്, മാമ പുതിയ ബൈക്ക് മേടിച്ച് ഒന്ന് അനുഗ്രഹിക്കണം. മാമൻ പറയാ, പൊന്നുമക്കളെ മാമന്റെ ഒന്നും തരാനില്ലെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് സയൻസിൽ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ. ചുണ്ട് മീൻ പൊള്ളി കണക്കതാ വീട്ടിൽ ഇരിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം ഒരു ഫുള്ള് എടുത്തോണ്ട് ഞാൻ വീട്ടിലോട്ട് വരാം. അപ്പൊ ടച്ചിങ്സ് വേണ്ടേ? എന്റെ മാമന്റെ ചുണ്ടുണ്ടല്ല, സവാളയൊക്കെ അരിഞ്ഞു വെച്ച് നമുക്ക് അറുമാദിക്കാടാ. ഇവിടെ സിനിമാക്കാരെ കൊണ്ടൂടെ? അയ്യോ, ഇവിടെ മൊത്തം സിനിമാക്കാരെ. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹം. ഒരു വേഷം ഞാൻ മാറ്റി തരാം. മുമ്പ് എന്റെ ഒരു വകയിലൊരു ചേട്ടൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മദ്രാസ്
മദ്രാസ് വണ്ടി കയറി. എന്നിട്ട് സിനിമാ നടനായ എവിടെ എടാ മദ്രാസ് വണ്ടി നെഞ്ചിക്കുള്ള കയറി ഏവനടാ സിനിമ നട ആവണത്. അപ്പൊ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. നീ അത് മാത്രം പറയില്ല. എടാ രക്ഷപ്പെടാൻ വേണ്ടി നീ ദുബായി പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അവിടെ നിന്ന് മുങ്ങിയവനല്ലേടാ. എടാ ഞാൻ അവിടെ ചെന്നപ്പോ പെട്ടെന്ന് കാശുകാരനാവാൻ വേണ്ടി അറബിയുടെ വീട്ടിൽ നിന്ന് ഒരു പെട്ടി പൈസ മോട്ടിച്ച് മരുഭൂമി ചെന്ന് തുറന്നു നോക്കിയപ്പോ ഒന്നിലും ഗാന്ധിജിയുടെ പടമില്ല. ഞാൻ ഇത് കള്ളനോട്ടം എന്ന് പറഞ്ഞ് ഒട്ടത്തിന് തിന്നാൻ കൊടുത്തറ. അവിടുത്തെ ഒട്ടത്തിന് കാണാൻ പറഞ്ഞ തങ്കച്ചനില്ലേ, അവനാണ് ഇപ്പൊ അവിടുത്തെ മെയിൻ ഷെയ്ക്ക് അൽക്വയ് തങ്കച്ചൻ. അടിപൊളി. ഈ റൂം കൊടുക്കൂടെ? ഇല്ലടാ കൊടുക്കൂല. വൈകുന്നേരം ചായ ഇട്ടിട്ട് ഓരോ റൂം അതേ മുക്ക് ഞാൻ ഇങ്ങ് കഴിക്കും. എടാ അതല്ലേ പറഞ്ഞേ, എനിക്ക് നല്ല സ്യൂട്ട് റൂം വേണം. എടാ ഒരു പാള കിട്ടിയ അത് നിനക്ക് പുത്തരിക്കണ്ട മൈതാനമാണ്. പിന്നെ ചൂട്ട് റൂമും കരയില്ലേ തരാം റൂം. അതല്ല, എന്റെ കല്യാണം കഴിയണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചായിരുന്നു എന്റെ അപ്പൂപ്പൻ. ഇല്ല പോയി. അതിന്റെ വയറ് നീ മണ്ണിട്ടാടാ. അതല്ലെന്ന് ദിവസം പറയില്ലേ. എടാ എന്റെ കല്യാണം നടക്കാൻ വേണ്ടി നിത്യബ്രഹ്മചാരി എന്റെ അപ്പൂപ്പൻ കാശി രാമേശ്വരം ഗോകർണം അങ്ങനെ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. അയാളുടെ ഐശ്വര്യമാണ് എനിക്ക് ഇന്നും ഉള്ളത്. ആ പുണ്യാത്മാവിനെ എനിക്കൊന്ന് കാണണോ? പേഴ്സിന്റെ അകത്ത് ദൈവത്തെ പോലെ വെച്ചേക്കണ കണ്ട. എടാ ചുക്കുരി തങ്കായി. തങ്കനല്ല ദൈവം. കാശി രാമേശ്വരത്ത് പോയേക്കുവാണ്. ആ ഈ ദൈവം ഒരു മാസത്തിന് മുമ്പെടുത്ത കാശി എവിടെയെന്ന് അറിയാമോ? ഇങ്ങ് വന്നാണ്. ഈ 12-ാം നമ്പർ റൂം. ഈ ദൈവത്തിന്റെ രാമേശ്വരം എവിടെയെന്ന് അറിയാമോ? ദാ ഈ 14-ാം നമ്പർ ഏസ് റൂം. അപ്പൊ ഗോകർണോ? അത് സ്റ്റെപ്പിന്റെ അടിയിൽ. അടിയാ പുള്ളി ഒരു അരമണിക്കൂർ കയറി ഇവിടെ റൂമിൽ വന്നിരിക്കുമ്പോ തലയിൽ പിച്ചി പോകുമ്പോ കുറെ തമിഴത്തികൾ വന്ന് ഈ കയറും. വല്ല യാഗത്തിനുമായിരിക്കും. യാഗമല്ല അവന്റെ യോഗം. അപ്പൊ അങ്ങനെ ഇത്രയും നാൾ തീർത്ഥാടന യാത്രക്കല്ലേ പോയത്? അല്ലടാ അങ്ങനെ ഹണിമൂൺ യാത്രക്ക്. അപ്പൊ എന്റെ ഇവിടത്തെ ഹണിമൂണ് ഗോവിന്ദ.